പ്രൈസ് ദ ലോർഡ്. പ്രപഞ്ചവും അതിലുള്ളവയുമെല്ലാം തന്നെത്താൻ ഉളവായതാണെന്ന ആധുനിക ചിന്തകൾക്കൊരു വെല്ലുവിളിയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പ്രസ്താവന. സങ്കീർത്തനങ്ങൾ 33:9 അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. തുടർന്ന് ഇരുളും വെളിച്ചവും തമ്മിൽ വേർപെടുത്തി. എന്നാൽ 4-ാം ദിവസം വെളിച്ച സ്രോതസ്സുകളായ സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപായി എങ്ങനെ വെളിച്ചമുണ്ടായി? ഇതിനാധാരമായി ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1 യോഹന്നാൻ 1:5 ദൈവം വെളിച്ചമാകുന്നു എന്ന് കാണാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. വെളിച്ചവാഹികളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വെളിച്ചമുണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമായല്ലോ. ബൈബിളിൽ വെളിച്ചത്തെ ക്രിസ്തുവിനോടും ദൈവവചനത്തോടും ദൈവജനത്തോടും ദൈവ അനുഗ്രഹത്തോടും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇരുളിനെ സാത്താനോടും പാമ്പിനോടും മരണത്തോടും ആത്മീയ അജ്ഞതയോടും ദൈവിക ന്യായവിധിയോടും ഒക്കെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതിനാലാണ് ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർപെടുത്തിയത്. ഇവ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല. ദൈവജനം വെളിച്ചത്തിൽ നടക്കുന്നവരാകുന്നു. അതിനാൽ സൃഷ്ടിപ്പിന്റെ ആദ്യ ദിവസം തന്നെ വേർപെടുത്തലിന്റെ തത്വം ദൈവം സ്ഥാപിച്ചു. ആകാശവിധാനത്തിൽ ദൈവം ജ്യോതിർഗോളങ്ങളെ നിർത്തി. പകലും രാത്രിയും തമ്മിൽ വേർപിരിക്കുവാനും ആണ്ടുകളെയും കാലങ്ങളെയും തിരിച്ചറിയുവാനുമാണ് ദൈവം ജ്യോതിർഗോളങ്ങളെ നൽകിയത്. ഇവയെ ഒരു വിധത്തിലും ആരാധിക്കരുത് എന്ന കർശന നിയമം ദൈവം തൻ്റെ ജനത്തിന് പിന്നീട് നൽകിയിട്ടുണ്ട് എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും ആവർത്തന പുസ്തകം 4:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും ആവർത്തന പുസ്തകം 17-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും കാണാം. ഈ ജ്യോതിർഗോളങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും തൻ്റെ ജനത്തെ ദൈവം വിലക്കി. പകലിന്റെ ഉത്തരവാദിത്തം സൂര്യനും രാത്രിയുടെ ഉത്തരവാദിത്തം ചന്ദ്രനും ഏറ്റെടുത്തു. അനന്തമായ ആകാശവിധാനത്തിൽ രാത്രിയിൽ തെളിഞ്ഞു വരുന്ന ദീപസമൂഹങ്ങളെപ്പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. പ്രപഞ്ചത്തിൽ 1000 കോടിയിലധികം ഗാലക്സികൾ ഉണ്ട്. ഓരോ ഗാലക്സികളിലും 200,000 കോടിയിലധികം നക്ഷത്രങ്ങൾ വീതമുണ്ട്. ആ നക്ഷത്രങ്ങളിൽ വച്ച് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയിൽ നിന്നും 148.8 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്ന് നമുക്ക് ചുറ്റും വെളിച്ചവും ലഭിക്കുന്നു. വെള്ളം തിളയ്ക്കുന്നതിന് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് മതി. എന്നാൽ സൂര്യന്റെ മധ്യഭാഗത്തെ ചൂട് 35,000 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൽ കുറവ് വന്നാൽ ഈ ഭൂമി വെറും മരുഭൂമിയായി പോകുമായിരുന്നു. മറിച്ച് അകലം കൂടിയാൽ തണുത്തുറഞ്ഞ ഒരു ഹിമപിണ്ഡമായി തീരുമായിരുന്നു. ഭൂമിയെ ദൈവം വളരെ കൃത്യമായ അകലത്തിലാക്കി വച്ചിരിക്കുന്നു. സഹനീയമായ ചൂടും ഓക്സിജന്റെ സാന്നിധ്യവും ഉപയോഗയോഗ്യമായ ജലവും ഉള്ളതിനാൽ സൗരമണ്ഡലത്തിൽ ജനവാസയോഗ്യമായ ഒരേ ഒരു ഗ്രഹം ഭൂമി മാത്രമാണ്. ഗാലക്സികളെ കുറിച്ച് പറഞ്ഞല്ലോ, അവ മണിക്കൂറിൽ 4,90,000 മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 200 ലക്ഷം വർഷം കൊണ്ട് മാത്രമേ ഇവ ഒരു ഭ്രമണം പൂർത്തിയാക്കുകയുള്ളൂ. ഇവയ്ക്കെല്ലാം നിശ്ചിതമായ ഒരു സഞ്ചാരപഥം ഒരുക്കിയിരിക്കുന്നു. ദൈവം അതിനെ ഒരുക്കി വച്ചതുപോലെ കൃത്യമായ ക്രമം തെറ്റാതെ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദൈവം പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നിയമിച്ചാക്കി. ആമേൻ.